ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. അപ്പം ഇന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്ത അടിപൊളി മാർക്കറ്റായിരുന്നു അല്ലേ. അപ്പ് സൈഡും ഡൗൺ സൈഡും അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 275 പോയിൻറ്റ് 280 പോയിൻറ്റ് നിയർ അപ്പ് സൈഡും, അതേപോലെ ഏകദേശം ഒരു 200 പോയിൻറ്റ് 210 220 പോയിൻറ്റോളം ഡൗൺ സൈഡും ഷാർപ്പായിട്ടൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡ്സ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലൊരു കോൾ സൈഡ് ട്രേഡായിരുന്നു മോർണിംഗിൽ. ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു തോന്നുന്നു. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ റേഞ്ചിൻ്റെ അടി കയറിയതിന് ശേഷം ഒരു 11 മണി വരെ ഈ റേഞ്ചിൻ്റെ അടിയിൽ തന്നെ മൊമെൻറ്റം ഒന്നും ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതിന് ശേഷമാണ് ഒരു ഷാർപ്പായിട്ട് ബ്രേക്കൗട്ട് വന്നതിന് ശേഷം അപ്പ് സൈഡ് പുഷ് ചെയ്തത്. അപ്പ് സൈഡ് സ്ലോ മൊമെൻറ്റം ആയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം തിരക്കടില്ലാത്ത പ്രീമിയം കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റീട്രേസ്മെൻറ്റിൽ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റഡി പ്രകാരം ഇവിടെ എവിടെയെങ്കിലും എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കടില്ലാത്ത പോയിന്റ് കിട്ടിയാണ്. ഇവിടെയൊക്കെ എൻട്രി അപ്പ് സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സർക്കിളിൽ ഡിക്കി അടിച്ച് ചിലപ്പം സ്റ്റോപ്പ് ലോസ് അടിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെയാണ് എൻട്രി അപ്പ് സൈഡ് എൻട്രി ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ്സ് കിട്ടിയാണ്. ഡൗൺ സൈഡ് എൻട്രിയും ഏതെങ്കിലും സ്റ്റഡി പ്രകാരം ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല പോയിന്റ് ഡൗൺ സൈഡും കിട്ടിയാണ്. നമ്മൾ ട്രേഡ് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡ് ട്രേഡ് ആയിരുന്നു. ഏകദേശം 10 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ ട്രേഡ് ആക്റ്റീവ് ആവുന്നത്. നമ്മളൊരു സ്റ്റഡി ഒരു ബയസും ഇതായിരുന്നു. ഏതാ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒന്നെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ട് ഇവിടെ വേറെ സോൺ മാർക്കറ്റ് ഉണ്ട്, ഈ സോണിൽ വന്നിട്ട് റിജക്റ്റ് ചെയ്ത് അപ്പ് സൈഡ് പോകും. അല്ലെങ്കിൽ ഈ ഒരു രണ്ട് സോണുകളുടെ ഇടയ്ക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി ലെവലിൻ്റെ ഇടയ്ക്ക് ഒന്ന് സൈഡ് വൈസ് ആയിട്ട് തീരാനും, അല്ലെങ്കിൽ ഈ സോൺ ബ്രേക്ക് ഡൗൺ സൈഡ് പോയി ഈ ഗ്യാപ്പ് രാവിലെ ഗ്യാപ്പ് ഓപ്പൺ ആയതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അപ്പ് സൈഡ് പോയി. അപ്പ് സൈഡ് നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു കൺക്ലൂഷൻ ഇതായിരുന്നു, ഇങ്ങനെ സംഭവിക്കാമെന്ന്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴുള്ള ഒരു മൊമെൻറ്റമായിരുന്നു ഈ ഒരു മാർക്കിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ എൻട്രി അതിന് മുമ്പ് ആക്റ്റീവായി. ഒരു ചെറിയ റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. റണ്ണവേ ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് വീണ്ടും ഇവിടുന്ന് അപ്പ് സൈഡ് എൻട്രി ഇത് ഹോൾഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടില്ല. കാരണം ഈ റണ്ണവേ ഗ്യാപ്പുകൾ നിങ്ങൾ നോക്കിയാൽ മതി, 90% ഈ റണ്ണവേ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ആവാറുണ്ട് സെയിം ഡേ തന്നെ. അപ്പോൾ നമ്മളിവിടെ അപ്പ് സൈഡ് എൻട്രി പ്ലാൻ ചെയ്താൽ പോലും തിരിച്ച് ഡൗൺ സൈഡ് വന്നിട്ട് ചിലപ്പോൾ ഈ റണ്ണവേ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ കോൾ സൈഡ് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാതിരിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പർട്ടിക്കുലർ ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് ബുക്ക് ചെയ്ത് മാറി. ഈ ലെവലിൽ വേറെ ഹോൾഡ് ചെയ്തില്ല, അതിന് മുമ്പ് ബുക്ക് ചെയ്ത് മാറി. ഈ ഒരു നമ്മുടെ പ്രീമിയത്തിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റും കിട്ടി. ഇവിടെ കുറച്ച് നേരം സൈഡ് വൈസ് ആയതിനു ശേഷം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ പറഞ്ഞായിരുന്നു ഇതുപോലൊരു ക്യാൻഡിൽ, അതായത് ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ വരച്ചിട്ടാണ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചിട്ടാണ്. ഇതുപോലൊരു ക്യാൻഡിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ 100 പോയിൻറ്റ് നമ്മൾ ഹിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനിത് നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തത്. ഈ ക്യാൻഡിൽ തന്നെ 100 പോയിൻറ്റ് ഹിറ്റായതിനു ശേഷം കുറച്ച് അപ്പ് സൈഡ് പോയി, വീണ്ടും കുറച്ച് ഡൗൺ സൈഡ് പോയി, തിരിച്ച് അപ്പ് സൈഡ് കയറി ഫുൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ എക്സിറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. ടെലിഗ്രാം ചാനൽ നോക്കാം. ഓക്കെ, നമ്മൾ രാവിലെ തന്നെ ഇത് ഗോൾഡിൽ ഇന്നലെ എടുത്ത ട്രേഡായിരുന്നു. ഗോൾഡിൽ ഫോറക്സ് ഓൾമോസ്റ്റ് TP1 ഹിറ്റായി. ഇത് നമ്മൾ കാണുമ്പോൾ ചെറിയതുപോലെ തോന്നുമെങ്കിൽ ഇത് വലിയ മൊമെൻറ്റമാണ്. ഏകദേശം ഇവിടെ വരെ കിട്ടിയാൽ പോലും അത്യാവശ്യം വലിയൊരു മൊമെൻറ്റമാണ്. അപ്പം ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു മൊമെൻറ്റമാണ്. അപ്പം TP2 ഹിറ്റായില്ല, TP1 ഹിറ്റായതിനു ശേഷം വീണ്ടും ഇവിടുന്ന് അപ്പ് സൈഡ് പോയി ഈ ഒരു റേഞ്ചിൽ വീണ്ടും സൈഡ് വൈസ് ആയി നിൽക്കുകയായിരുന്നു മാർക്കറ്റ്. പിന്നെ ഇതാ നമ്മൾ ഇന്നലെ എടുത്തതൊന്ന് അപ്ലോഡ് ചെയ്തതാണ്. രാവിലെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഗോൾഡിൽ. ഇതും അത്യാവശ്യം 1:3-4 അല്ലെങ്കിൽ 3.5 ഒക്കെ കിട്ടി. ഈ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബുക്ക് ചെയ്ത് മാറുന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ പാർഷ്യൽ ബുക്ക് ചെയ്തിട്ട് ബാക്കിയെടുത്ത് കോസ്റ്റിലിട്ട് വെച്ചിട്ടുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ട്രേഡായിരുന്നു ഇത്. ഇതിവിടെ ഹിറ്റായിരുന്നു. TP1 ഹിറ്റായിരുന്നു. TP2 പോയില്ല, TP1 ഹിറ്റായതിനു ശേഷം അപ്പ് സൈഡ് പോയി. പിന്നെ SL ഏരിയയിൽ കിടന്ന് കുറേ നേരം കളിച്ചതിന് ശേഷം പിന്നെയാണ് തിരിച്ച് ഡൗൺ സൈഡ് വന്നത്. എന്നാലും ഈ TP2 ഹിറ്റായിട്ടില്ല ഇതുവരെ. ഓക്കെ, നമ്മുടെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രീമിയത്തിലായിരുന്നു. 48 പറഞ്ഞ കോള്, 430 മേളിൽ എൻട്രി, 400 സ്റ്റോപ്പ് ലോസ്, 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്. കഴിഞ്ഞ ദിവസം എൻട്രി മിസ്സായത് മറ്റേ ടൈപ്പ് ചെയ്ത് SLും സ്ട്രൈക്കും കോളർ പുട്ട് ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പോകും. ആ സമയം പോയി എൻട്രി മിസ്സാവണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് 430 മേളിൽ എൻട്രി, 400 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇവിടെ എൻട്രി ആക്ടിവേറ്റ് ആയി.
ഓക്കെ, ടാർഗറ്റ് അടിച്ചു. ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്നത് 500, അതായത് 70 പോയിൻ്റ് ടാർഗറ്റായിരുന്നു. ആ ടാർഗറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഡിസ്കസ് ചെയ്തില്ല, ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം 100 ആവുമെന്ന് പറഞ്ഞിട്ടൊരു വ്യൂ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റിൽ ഇവിടെ നമ്മുടെ ഈ റണ്ണവേ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കോൺഫിഡൻസ് കിട്ടാഞ്ഞത്. ഇപ്പോൾ ആരെങ്കിലും 70 പോയിന്റ് ബുക്ക് ചെയ്തിട്ട് ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫാണ്. അതൊക്കെ നിങ്ങളുടെ പ്ലാനിങ് ആണ്, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ പ്രീമിയം 100 ആവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ അതുപോലെ ഒരു ബ്രേക്ക് കിട്ടി, പ്രീമിയം 100 ആയി. അതായത് 430 to 530, 530 നമ്മൾ ലാസ്റ്റ് ടാർഗറ്റ് വെച്ചത്. അത് ഹിറ്റായി, നമ്മൾ ട്രേഡിൽ എക്സിറ്റ് ചെയ്ത് മാറി. ഓക്കെ, അതിനുശേഷം കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്പോട്ടിൽ നമ്മുടെ TP1 ഹിറ്റ് ആവുന്നത്. സ്പോട്ടിൽ TP1 ഹിറ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ പ്രീമിയത്തിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് TP നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. TP എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ TP. ഈ ഒരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നമ്മുടെ ലെവൽസ് ഇതായിരുന്നു. നമ്മൾ ഇന്നലെ യൂട്യൂബിൽ പറഞ്ഞ ലെവൽസാണ്. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വന്നെങ്കിൽ ഇതിൻ്റെ ഹാഫ് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ടാർഗറ്റ് വീണ്ടും അപ്സൈഡ് പോയി. അപ്പോൾ നമ്മൾ ഇത്രയും ലെവൽസ്, ഈ 3 ലെവൽസ് മാർക്കറ്റിൽ വരച്ച് വെച്ചിട്ടുള്ളത്. ഈ ട്രേഡ് കഴിഞ്ഞ ശേഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയതുകൊണ്ടാണ് വീണ്ടും അപ്സൈഡ് ലെവലിൽ മാർക്ക് ചെയ്യാതെ പോയത്. നമ്മളിത് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് ലെവൽ മാർക്ക് ചെയ്തു. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫിലെത്തി കുറേ നേരം അവിടെ ഒരു സ്ട്രഗിൾ എടുത്ത് ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ചതിന് ശേഷം തിരിച്ച് ഡൗൺ സൈഡ് പോയിട്ട് വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. അതായത് ഫസ്റ്റ് നമ്മുടെ TP ലെവൽ ബ്രേക്ക് ചെയ്ത് തിരിച്ച് താഴേക്ക് പോയി. അപ്പം ഈ ഒരു എററും ഈ ഒരു ഇതും സെയിം ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ എടുക്കുന്നു. ഇതേ എറർ തന്നെയായിരിക്കും ഈ ഡൗൺ സൈഡ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അതുപോലെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും രാവിലെ കുറച്ച് നേരം ഈ സൈഡ് വൈസ് ആയിട്ട് നിന്ന് ഈ സോൺ ബ്രേക്ക് ഇത്രയും വലിയ ക്യാൻഡിലൊന്നും ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് ചിലപ്പം എൻട്രി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇങ്ങനൊരു ക്യാൻഡിൽ അൺഎക്സ്പെക്റ്റഡ് ക്യാൻഡിൽ ഇവിടെ വരെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 25%, അതായത് ഇത് 100, റെഡ് രണ്ടും 100, ഈ ബ്ലൂ 50യും ഷോർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 25%. എക്സാക്റ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് പോയി മാർക്കറ്റ് വീണ്ടും ഷാർപ്പായിട്ട് ഡൗൺ സൈഡ് ഫോൾ ആയത് എക്സാക്ട്ലി നമ്മുടെ 100%-ൻ്റെ 50, അതായത് നമ്മൾ ഫുൾ ലെവലിൻ്റെ 50 എടുക്കുമ്പോഴത്തേക്കും എക്സാക്റ്റ് ആ 50 നിന്നാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആയിരിക്കുന്നത്. ടച്ച് ചെയ്തിട്ട് വീണ്ടും അതേ 50 നമ്മുടെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് 50 വന്ന് ടാപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. പിന്നെ നമ്മൾ 50 മാർക്ക് ചെയ്യുമ്പം നമ്മളെല്ലാ പ്രാവശ്യവും യെസ്റ്റർഡേ ക്ലോസ് ആയതിന് ജസ്റ്റ് അപ്പും ഡൗണും മാത്രമേ മാർക്ക് ചെയ്ത് പോകാറുള്ളൂ. പക്ഷേ സ്റ്റിൽ എല്ലാ ലെവലിൻ്റെയും മിഡ് പോയിന്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം മാർക്കറ്റിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഫോൾ ആണ്. നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ആക്ടിവേറ്റ് ഉണ്ടെങ്കിലുള്ളൂ. ഇതുണ്ട് ഈ സിംഗിൾ ക്യാൻഡിൽ നിന്ന് ഇത്രയും വലിയ ക്യാൻഡിലാണ്. അപ്പം ഇവിടുന്ന് ഡൗൺ സൈഡ് നമുക്ക് പോകുമെന്ന് അറിയാമെങ്കിൽ പോലും ഒരു കൺഫർമേഷൻ കിട്ടി ട്രേഡ് എടുത്ത് വരുമ്പോഴത്തേക്കും എൻട്രി മിസ്സാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ ഒരു ഫോളിൽ. കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽസും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ലൈൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലോസിങ് മാർക്ക് ചെയ്തു. ക്ലോസിങ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം നെക്സ്റ്റ് ഡേയിലത്തേക്ക് $218 പോയിന്റ് നമ്മൾ അപ്സൈഡ് മാർക്ക് ചെയ്യുന്നു. ഗ്യാപ്പ് എടുക്കുന്നു. മാർക്ക് ചെയ്യുന്നു. ഡൗൺ സൈഡ് മാർക്ക് ചെയ്യുന്നു. അപ്പ് സൈഡ് ക്ലോസ് ചെയ്യാൻ അപ്പും ഡൗണും ആയിട്ട് നമ്മൾ 50 മാർക്ക് ചെയ്തു. ലെവൽസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് മുകളിലേക്കോ താഴേക്കോ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. സോൺ എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും നാളത്തേക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ക്ലോസ് ചെയ്ത് ലെവൽസ് ക്ലോസ് ചെയ്തതിന് ശേഷം
ക്ലോസിങ് മാർക്ക് ചെയ്യുന്നു. ക്ലോസിങ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. 60. ഓക്കെ, 886. ഓക്കെ, $465 മാർക്ക് ചെയ്യുന്നു. സൈഡ് ഡൗൺ സൈഡ് മാർക്ക് ചെയ്യാം. 465 പോയിന്റ്. ഗ്യാപ്പ് എടുക്കുന്നു. താഴത്തെ ലെവൽസ് മാർക്ക് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 50% ലെവൽസ് ജസ്റ്റ് മൈൻഡിൽ മാത്രം വെച്ചാൽ മതി. വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വരയ്ക്കേണ്ടി വരും. കാരണം അത് അത്യാവശ്യം സ്ട്രെച്ച് ആവുന്ന ഇൻഡെക്സാണ്. ഓക്കെ, ഈ 2 ലെവൽസ് മാർക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ നാളെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം മുകളിലേക്കോട്ട് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.